എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. അപ്പോൾ വൺ ഡേ മാച്ച് തുടങ്ങുകയാണ്. ആദ്യത്തെ മാച്ച് 30 നവംബർ, അതായത് നാളെ റാഞ്ചിയിൽ കളിക്കുന്നതായിരിക്കും. ഓക്കെ, 3 മാച്ചുകളുടെ ഒരു സീരീസാണ് ODI. 3 ഡിസംബറിന് റായ്പൂരിലൊരു മാച്ച് ഉണ്ടാവും. 6 ഡിസംബറിന് 6 ഡിസംബർ വിശാഖപട്ടണത്ത്. അങ്ങനെ 3 ODI ആണ്. ക്യാപ്റ്റനായിട്ട് KL രാഹുലിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വന്ന് കളിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാളെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇന്ത്യ പെർഫോം ചെയ്യുന്നത് എന്ന്. ടെസ്റ്റ് മാച്ചിലെ തോൽവി, അതിദയനീയമായ തോൽവിക്ക് ശേഷം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ക്രിക്കറ്റ് ഫാൻസിനോട് സോറി പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ദയനീയ പരാജയമല്ലേ, സോറിയെങ്കിലും പറഞ്ഞല്ലോ എന്ന് സമാശ്വസിപ്പിക്കാം. ഓക്കെ, പിന്നെ ഈയിടെയായിട്ട് ഓപ്ഷൻ നടന്നു, അതായത് വിമൻസ് പ്രീമിയർ ലീഗിലെ ഓപ്ഷൻ നടന്നു. അല്ല, അതിഭയങ്കരമായിട്ട് 5 ടീമുകളാണ്. എല്ലാവരും നല്ല നല്ല പ്ലെയേഴ്സിനൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പോരാട്ടമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, വേൾഡ് വിമൻസ് പ്രീമിയർ ലീഗ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ 9 ജനുവരി മുതൽ 5 ഫെബ്രുവരി മുതൽ, ഫെബ്രുവരിയിലായിരിക്കും കളികൾ നടക്കുന്നത്. ഫെബ്രുവരി 5-ന് ഫൈനൽ കളിക്കും. അതിൽ മെയിനായിട്ടിപ്പോൾ 5 ടീമുകളാണ്. മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. RCBയുടെ സാധാരണ സ്മൃതി മന്ദാനയാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതേതായാലും അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ദർ ഈസ് സം ടെക്നിക്കൽ പ്രോബ്ലംസ്, ഇഷ്യൂസ്. പിന്നെ ഗുജറാത്ത് ജയൻസ്, UP വാരിയേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്. മുംബൈ, RCB, ഗുജറാത്ത്, UP, ഡൽഹി. അങ്ങനെ 5 ടീമുകളാണ് പോരാടുന്നത്. ഒരുപാട് ഫോറിൻ പ്ലെയേഴ്സിൻ്റെയൊക്കെ മിക്സ് നമുക്ക് കാണാം. 15 മുതൽ 18 വരെ പ്ലെയേഴ്സിനെ ഓരോ ടീമിനും വെക്കാൻ പറ്റും. മിനിമം 15 പേര് വേണം. അതിൽ 6 പേര് ഓവർസീസ്, വിദേശി താരങ്ങൾ 6 പേരെ ഒരു ടീമിൽ പറ്റുള്ളൂ. മറ്റെല്ലാം ഇന്ത്യൻസ് ആയിരിക്കണം. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സിനൊക്കെ മുന്നിട്ട് വരാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള നല്ലൊരു അവസരമാണ് ഇത്. അതുപോലെ നമ്മൾ കണ്ടു, ഒരുപാട് ഇന്ത്യൻ പ്ലെയേഴ്സ് നല്ല നല്ല കളികൾ കളിച്ചുകൊണ്ട് ദേശീയ ടീമിലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൻ്റെയും കുറച്ച് പേരുണ്ട് ഇതിനകത്ത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രൈസിൽ പോയ കേരളീയ, അതായത് മലയാളി വനിത എന്ന് പറഞ്ഞാൽ ആശാ ശോഭന, ഒരു ഓൾറൗണ്ടറാണ്. UP ആണ്. 1,10,00,000 ആശാ ശോഭനയെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈലി പ്രൈസസ് എന്ന് പറയാൻ സ്മൃതി മന്ദാന ആസ് യൂഷ്വൽ 3.2 crores. RCB, ആഷ്ലെ ഗാർഡനർ ഓസ്ട്രേലിയൻ പ്ലെയറാണ്, 3.2 RCBയുടെ കൂടെയാണ്, അതും RCB ആണ്. നാറ്റ് ഷിവർബ്രണ്ട് മുംബൈയുടെ പ്ലെയറാണ്, പിന്നെ 3.2 crores. ദീപ്തി ശർമ്മ ഇന്ത്യൻ സ്പിന്നറാണ്, UP വാരിയേഴ്സിൻ്റെ പണ്ടും ഉണ്ടായിരുന്നു, വീണ്ടും അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 3.2 crores. അമേല കെയർ മുംബൈയിൽ തിരഞ്ഞെടുക്കുകയാണ്, ന്യൂസിലൻഡ് പ്ലെയറാണ്, 3 crores. ഇവരൊക്കെയാണ് മോസ്റ്റ് വാല്യൂഡ് പ്ലെയേഴ്സ്. നല്ല പൊരിഞ്ഞ പോരാട്ടം തന്നെ നമുക്ക് ജനുവരി ഫെബ്രുവരിയിൽ കാണാവുന്നതായിരിക്കും. ഓക്കെ, മറ്റ് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ടീമായി, ഓപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ടീമായി. നമുക്ക് വനിതകളുടെ ഇപ്പോൾ അത് വേൾഡ് കപ്പ് ജയിച്ചിരിക്കുന്ന ഒരവസരത്തിൽ കൂടുതൽ കാണികളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പായിട്ട് ഡിസംബറിൽ വനിതകളുടെ ഒരു ശ്രീലങ്ക ടീം വരുന്നുണ്ട് ഇന്ത്യയിൽ. അവരൊരു 5 മാച്ച് കളിക്കുന്നു, T20 മാച്ച്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ 3 മാച്ച് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും 3 മാച്ച്. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ്.
വേറെന്താണ് വിശേഷിച്ച് പറയാനുള്ളത്? പിന്നെ നമ്മളൊരു T20 വേൾഡ് കപ്പ് 2026 നടക്കുന്ന T20 വേൾഡ് കപ്പ് മെൻസ്, അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് രോഹിത് ശർമ്മയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് പറയാം. അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ 2 പേർക്ക് അങ്ങനെ ഭാഗ്യസാധ്യതയുള്ളൂ. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ നേരത്തെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് രോഹിത് ശർമ്മയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ്. പിന്നെ ഇത് വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ കാര്യം രക്തം ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അണ്ടർ 19 ഏഷ്യ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആയുഷ് മാത്രേ എന്നുള്ളൊരു ചെറുപ്പക്കാരനാണ്, ടീനേജറാണ് നമ്മുടെ ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കുന്ന നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. വൈഭവ് സൂര്യവംശിയൊക്കെ കളിക്കും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. കേരളത്തിൽ നിന്നുള്ള വിമൻസ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മറ്റൊരു പ്ലെയർ സജ്ന 75 lakhsന് മുംബൈയിലായിരുന്നു അവർ. വീണ്ടും അവർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മിന്നുമണി ബേസ് പ്രൈസിലാണെന്നോ, മിന്നുമണിയുണ്ട്. മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലെയറാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ മെയിനായിട്ട് നാളത്തെ വൺ ഡേ മാച്ച്, അതായത് റാഞ്ചിയിൽ നടക്കുന്ന വൺ ഡേ മാച്ച് എങ്ങനെ ആയിരിക്കും നോക്കും. കോഹ്ലിയെല്ലാം റാഞ്ചിയിലാണ് നമ്മളെ MS ധോണിയുടെ വീട്. MS ധോണി ചില പ്ലെയേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഡിന്നറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വന്നിരുന്നു. ഏതായാലും നമുക്ക് നാളെ രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയൊക്കെ നല്ലൊരു അടിപൊളി ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ, KL രാഹുൽ ക്യാപ്റ്റനായിട്ട് എന്ത് ചെയ്യുമെന്ന് അതും നോക്കാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയറും ചെയ്യുക. ബൈ.